Hello, Makla. Welcome back to Xylem Learning. Faisal sir ആണ്. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? നമ്മുടെ മെയിൻ എക്സാം ആണ് വരുന്നത്. ആ മെയിൻ എക്സാമിനേഷനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും? ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക? അതിൽ നിങ്ങൾ എത്ര പോയിന്റുകൾ എഴുതണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ എത്ര പോയിന്റുകൾ എഴുതണം, അത് ഏത് രീതിയിലായിരിക്കും എഴുതേണ്ടത് തുടങ്ങിയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ മക്കൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. സോ നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 4 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, 6 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ എന്റെ മക്കളെ നിങ്ങൾ അറിഞ്ഞു വെച്ചോ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 5 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കാം. 1 മാർക്കിന്റെ MCQ ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും, അഥവാ 4 ഓപ്ഷനുകൾ ഉണ്ടായിരിക്കും. ഈ 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്ന 5 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. ഈ 5 എണ്ണവും നിങ്ങൾ എഴുതണം. എന്ന് വെച്ചാൽ അതിൽ ഓപ്ഷനുകൾ ഒന്നുമില്ല, അതിൽ ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യനും നിർബന്ധമായിട്ടും എഴുതേണ്ടതായിരിക്കും നമ്മളെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾക്ക് ഓപ്ഷനുകളോ ഒഴിവാക്കാനുള്ള ചാൻസസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ 3 മാർക്കിന്റെ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവാനാണ് ചാൻസസ് നമ്മൾ കാണുന്നത്. 3 മാർക്കിന്റെ ഒരു 10 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ 10 എണ്ണവും നിങ്ങൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 8 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. 3 മാർക്കിന്റെ 10 ക്വസ്റ്റ്യനുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ അതിൽ 8 ക്വസ്റ്റ്യനുകളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് 4 മാർക്കിന്റെ 12 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ഏതെങ്കിലും എനി 10 എന്നാണ് പറയുന്നത്, ഏതെങ്കിലും 10 എണ്ണമാണ് ആൻസർ ചെയ്യേണ്ടത്. പക്ഷേ ഈ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒഴിവാക്കാനുള്ള ചാൻസസ് ഒന്നും ഉണ്ടാവില്ല. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാപ്പിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. ഒരു മാപ്പ്, നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ മാപ്പ് തരും, ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പ് തരും. ആ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് തന്നിട്ട് അതിലെന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാനായിരിക്കും. ആ മാപ്പിന്റെ വീഡിയോ ഞാൻ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്ത എല്ലാവരും എന്ത് ചെയ്യണം? ആ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. 4 മാർക്കിന്റെ ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അത് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ബാക്കി 11 ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കും. ആ 11 ക്വസ്റ്റ്യനുകളിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു 9 എണ്ണം എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാം. 2 എണ്ണം ഒഴിവാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഈ 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ വരുന്നത് ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നായിരിക്കും. 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ വരാറുള്ളത് ജിയോഗ്രഫിയുടെ ഭാഗത്തു നിന്നാണ്. ജിയോഗ്രഫിയുടെ ഭാഗത്ത് 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ 2 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ 2 എണ്ണം അറ്റൻഡ് ചെയ്യണോ? ഇല്ല മക്കളെ, എനി 1 ആണ്. ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്താൽ മതി. 6 മാർക്കിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് 6 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 6 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഹിസ്റ്ററിയിൽ നിന്നാണ്. ഹിസ്റ്ററിയിൽ നിന്നാണ് 6 മാർക്കിന് എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസസ് ഉള്ളത്. സോ അതിലും അതുപോലെ തന്നെ 2 എണ്ണം ഉണ്ടാവും. അതിലും നിങ്ങൾ ഏതെങ്കിലും എനി 1 അറ്റൻഡ് ചെയ്താൽ മതി. സോ ഇതാണ് ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലെ ക്വസ്റ്റ്യൻസുകളായിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. സോ എസ്എക്ക് പഠിക്കുന്ന സമയത്ത് മക്കളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ഹിസ്റ്ററിയുടെ എസ്എക്ക് പഠിക്കുന്ന സമയത്ത് 6 മാർക്കുള്ള കോണ്ടന്റുകൾ എഴുതാനുള്ള കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ജിയോഗ്രഫിയുടെ ഒരു 5 മാർക്കിന്റെ കോണ്ടന്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ ഇനി ഏതൊക്കെയായി എസ്എ വരാം, ഏതൊക്കെയായി 4 മാർക്കിന് ക്വസ്റ്റ്യനുകൾ വരാം, ഏതൊക്കെയായി ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതലായിട്ട് മാർക്കിന് ക്വസ്റ്റ്യൻ വരാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ മെഗാ മാരത്തോൺ വരുന്നുണ്ട്. ഈ മെഗാ മാരത്തോണിൽ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മെഗാ മാരത്തോൺ വരുന്നത് 17-ാം തീയതി വൈകുന്നേരമാണുള്ളത്. സോ എല്ലാവരും ആ ലൈവിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കാം. ആ ഒരു ലൈവിൽ നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞു തരും ഏതൊക്കെയാണ് എസ്എ വരാൻ ചാൻസസ്. കാരണം എസ്എ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയോ 6, 5, 11 മാർക്കിന്റെ ക്വസ്റ്റ്യനുകൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഒരു പക്ഷേ ഈ ഒരു എസ്എ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് A+ നഷ്ടമാകും. സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇതാണ് ഒരു ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും വരിക, എങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മനസ്സിലായില്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങളല്ലേ? ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്റേഴ്സിനും എത്ര വെയിറ്റേജുകൾ ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സുകളിലും ഏത് കാര്യങ്ങളാണ് സർ ഞങ്ങൾ പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളല്ലേ? പേടിക്കേണ്ടടാ, വീഡിയോകൾ താഴെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ.